പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കേസ് അനന്തപുരിക്കാർ ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. മുത്തശ്ശൻ പറയുവാണ്, നരസിംഹത്തിൻ്റെ കൊച്ചുമകൻ ഏതായാലും അയാളുടെ പേര് നിലനിർത്തി. ഇനി അയാൾക്ക് ഈ കേരളത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. കേരളത്തിലെ നമ്പർ 1 വക്കീലായിട്ട് മാറും നിവിൻ എന്നൊക്കെ പറയുന്നു. ഈ സമയം അനാമികയും വേണുവും തമ്മിൽ ഭയങ്കര വാക്കുതർക്കമാട്ടോ. അനാമിക പറയുവാണ്, ഒരു മണ്ടൻ വക്കീലിനെ കേസ് ഏൽപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തെളിവുകൾ നിരത്തി നമുക്ക് ഈ കേസ് ജയിക്കാമായിരുന്നു എന്ന് പറയുമ്പം, പിന്നെ നന്ദകുമാർ വക്കീലാണോ മണ്ടൻ വക്കീൽ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നയനയും നവ്യയും കൂടി കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം കനകയാണെങ്കിൽ, അയ്യോ സച്ചിമോൻ നല്ല പയ്യനാണ്, അവന് നമ്മളോടൊക്കെ എന്നാ സ്നേഹമാണെന്നറിയാവോ, നല്ല സ്വഭാവക്കാരനാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, ആ പയ്യൻ അത്ര മോശമാണെന്നൊന്നും തോന്നുന്നില്ല, അയാളെ വിശ്വസിക്കാമെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദുവിൻ്റെ പ്രകടനമാണ്. നന്ദു മനഃപൂർവ്വം സച്ചിൻ്റെ അടുത്ത് എന്നിട്ട് പറയുവാണ്, അവരെ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്നറിയാമോ, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇത്തിരി കൂട്ടി അങ്ങ് പറയുവാണ്. അന്നേരം ഇത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടാതെ വിഷമിച്ച് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.